ലെൻസ് ഇസ് എ ട്രാൻസ്പെറന്റ് മീഡിയം ഹാവിംഗ് സ്ഫെറിക്കൽ സർഫസസ് അല്ലെ. അതായത് ഗോള പ്രതലങ്ങളുള്ള സുതാര്യമായ മാധ്യമമാണ് എന്തെന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത് അല്ലെ. ലെൻസസ് ആർ ഓഫ് ടു ടൈപ്സ് അല്ലെ, രണ്ട് തരമുണ്ട്. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ് അല്ലെ. അതായത് കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്. കോൺവെക്സ് ലെൻസ് എങ്ങനെയാണ്, ഇങ്ങനെ അല്ലെ. അതായത് നടുക്ക് കട്ടിയുള്ളതും അരികുഭാഗം എന്താണ്, അരികുഭാഗം കട്ടി കുറഞ്ഞതുമായ ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് എന്ന് പറയുമ്പോൾ എന്താണ്, അരികുഭാഗം കട്ടി കൂടിയതും നടുക്ക് കട്ടി കുറഞ്ഞതും. അതായത് തിന്നർ ഇൻ ദി മിഡിൽ ആൻഡ് തിക്കർ ഇൻ ദി എഡ്ജസ്, അതാണ് കോൺകേവ് ലെൻസ്. തിക്കർ ഇൻ ദി മിഡിൽ ആൻഡ് തിന്നർ ഇൻ ദി എഡ്ജസ് ആണ് എന്ത്, കോൺവെക്സ് ലെൻസ്. നമുക്ക് ടച്ച് ചെയ്തതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് നടുക്ക് കട്ടിയുള്ളത് എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. നടുക്ക് കട്ടി കുറഞ്ഞത് കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയും കോൺകേവ്, കേവ് അതായത് കുഴിഞ്ഞിരിക്കുന്ന ഭാഗം, കുഴിഞ്ഞകത്തോട്ടിരിക്കുന്നത് എന്താണ്, കോൺകേവ് ലെൻസ് ആണ്. എന്ന് പറയുന്നത് എന്താണ്, ഗോള പ്രതലങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യ മാധ്യമമാണ് എന്ത്, ലെൻസസ് എന്ന് പറയുന്നത്. അതായത് നോക്കിക്കേ, ഞാൻ ഈ ഗോളം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, ആണോ, രണ്ട് ഗോളം ഓവർലാപ്പ് ചെയ്യുമ്പോഴല്ലേ ഈ കോൺവെക്സ് ലെൻസ് കിട്ടുന്നത്, നോക്കിക്കേ അല്ലെ. അപ്പൊ രണ്ട് സ്ഫിയറിന്റെ ഭാഗമല്ലേ, രണ്ട് ഗോളങ്ങളുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു സുതാര്യ മാധ്യമമാണ്, ട്രാൻസ്പെറന്റ് മാധ്യമമാണ്. അതേ കണക്ക് തന്നെയാണ് ഇവിടെ. കണ്ടോ, കണ്ടോ, ഇവിടെ രണ്ട് ഗോളങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലെൻസിന് രണ്ട് പ്രതലങ്ങളുണ്ട്, രണ്ട് അപവർത്തന തലങ്ങളുണ്ട്.